മക്കാബിയരുടെ ഒന്നാം പുസ്തകം 14-ാം അധ്യായം 8 മുതൽ 15 വരെ തിരുവചനങ്ങൾ. പറക്കുമാർ എല്ലാവരും അവരുടെ നിലങ്ങളിൽ വേല ചെയ്ത് സമാധാനത്തോടെ ജീവിതം നയിച്ചു. വയലുകൾ ധാരാളമായ വിളവുകളും വൃക്ഷങ്ങൾ ഫലങ്ങളും പ്രദാനം ചെയ്തു. വൃദ്ധന്മാർ തെരുവീഥികളിലിരുന്ന് എല്ലാവരും സൽക്കാര്യങ്ങൾ ആലോചിച്ചു വന്നു. യുവാക്കൾ മഹിമാലങ്കൃതരായി. യാതൊരു യുദ്ധസന്നാഹവുമില്ല. അയാൾ നഗരങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു. കോട്ടകൊത്തളങ്ങളാൽ അവയെ ശക്തമാക്കി. ഭൂതലസീമയോളം അയാളുടെ നാമം പ്രസിദ്ധമായി. ഇസ്രായേൽ മഹാസന്തോഷത്തോടെ പാർത്തു. അയാൾ ദേശത്തെങ്ങും സമാധാനമുണ്ടാക്കി. ഓരോരുവനും തൻ്റെ മുന്തിരി അത്തിപ്പഴത്തോട്ടങ്ങളിൽ കഴിഞ്ഞു. അവരെ ഭീതിപ്പെടുത്തുവാൻ ആരുമില്ലായിരുന്നു. ശത്രുക്കളും യോദ്ധാക്കളും അവരുടെ മുമ്പിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അക്കാലത്ത് രാജാക്കന്മാരും തകർന്നുപോയിരുന്നു. സ്വജനത്തിലെ ദരിദ്രരുടെ അടുത്ത് ആളയച്ച് അവർക്ക് ശക്തി നൽകി. എല്ലാ ദുഷ്ടതയും അധർമ്മവും തിന്മയും അയാൾ നീക്കി. ന്യായപ്രമാണ കൽപ്പന പുലർന്നു. വിശുദ്ധി വളർന്നു. വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ വർദ്ധിപ്പിച്ചു. കർത്താവേ, നിന്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ച നിന്റെ ദാസരെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ വസിപ്പിക്കണമേ. ആമേൻ.